channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പാലപ്പം റെസിപ്പി ആയിട്ടാണ്. നല്ല പൂ പോലുള്ളൊരു പാലപ്പം, തേങ്ങയൊന്നും ചേർക്കാതെ നമുക്ക് അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതൊന്നൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് ഊറ്റിയെടുത്തതാണ്. ഇപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട, ആ അരിയുടെ ആ ഒരു ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 കയ്യിൽ ചോറ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ ബൗളിലേക്ക് മാറ്റാം. മാവ് പുളിപ്പിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, അലുമിനിയം ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് ദോശമാവാണ്. ദോശമാവ് തന്നെ വേണമെന്നില്ല, പാലപ്പത്തിനൊക്കെ ഉണ്ടാക്കിയ ബാക്കി വന്ന മാവായാലും മതി. എന്തായാലും പുളിമാവ് ചേർത്ത് കൊടുത്താൽ മതി. അത് ഏത് മാവായാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, മറ്റേ ഈസ്റ്റാണ്. നിർബന്ധമൊന്നുമില്ല, എനിക്കിത് പെട്ടെന്ന് പൊളിച്ചിട്ട് 4 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത്. ഇവിടെ കുറച്ച് തണുപ്പുള്ള ടൈമാണ് ഇപ്പോൾ, അതുകൊണ്ട് കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പുളിമാവ് മാത്രം ചേർത്താലും നന്നായിട്ട് പൊങ്ങി വരും. ഈസ്റ്റ് ഒരു നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്താലും മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കുതിർന്നിട്ട് മാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. 4 മണിക്കൂർ കൊണ്ട് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി മാവ് കൂട്ടി വെച്ചിട്ട് രാവിലേക്കാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റും അപ്പസോഡ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, പുളിമാവ് മാത്രം ചേർത്തിട്ട് വെച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം അടിയിൽ വെച്ചിട്ട് ഇത് മുകളിലൊന്ന് കയറ്റി വെച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ എന്തായിട്ടുണ്ടെന്ന്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ ഈ ടൈമിൽ ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പം ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് അപ്പം ചുട്ടെടുക്കാൻ ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. പാലപ്പം ചുടാനുള്ള പാന് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ ചെറിയ കുമ്പളകളൊക്കെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ പൊട്ടിത്തുടങ്ങുന്ന ടൈമിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം പിന്നെയും ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പാൻ വെക്കുക. അപ്പോൾ കുമ്പളകളൊക്കെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ പൊട്ടുന്ന ടൈമിൽ ഫുള്ള് പൊട്ടിയതിന് ശേഷം അടച്ചു വെക്കുക. അല്ലെങ്കിൽ അത് പൊട്ടാതെ തന്നെ വെന്ത് പോവും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള അപ്പാവും കിട്ടുക. നല്ല കനം കുറഞ്ഞ നല്ല സോഫ്റ്റ് അപ്പം കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു 30 സെക്കൻഡോളം അടച്ചു വെക്കുക. എന്നിട്ട് തുറന്നിട്ട് അപ്പം എടുക്കുക. കൂടുതൽ ടൈം വെക്കരുത്, അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്രിപ്സി ആയി പോവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപ്പം എടുക്കുക. പെട്ടെന്ന് എടുക്കാൻ കിട്ടും. തേങ്ങ ചേർക്കാതെയും കപ്പ് കാച്ചാതെയും അപ്പം ഉണ്ടാക്കുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ആരെങ്കിലും പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്ക് ഈസിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.